നമ്മൾ ഇന്ന് വെക്കാൻ പോണത് തക്കാളി തൈര് കറിയാണ് കേട്ടോ. കഷ്ണങ്ങൾ വേറെ ഒന്നുമില്ല. നല്ല മഴ. ഞാൻ കടയിൽ പോവാന്ന് വിചാരിച്ചപ്പം നല്ല മഴ. അവൻ പിന്നെ ഇവിടെ ഇരുന്ന് ഇനിയിപ്പം 11 മണിയായി. എന്നാൽ കറി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ തക്കാളി ഇരിപ്പുണ്ട്. അപ്പോൾ തക്കാളിയും കൊണ്ട് ഒരു തൈര് കറി വെക്കാം. അപ്പോൾ ചേച്ചി വരും. അപ്പം എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കി വെക്കണ്ടേ? ഇല്ലെങ്കിൽ എന്ത് വിചാരിക്കും? നമ്മളവിടെ ചെല്ലുമ്പം എല്ലും കപ്പയും പിന്നെന്താ ഒത്തിരി വിഭവങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ച് തരുന്നതാ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ? ഇങ്ങനെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുക്കാം, ഉലുവ ഇട്ട് കൊടുക്കാം. കടുക് ഉലുവയൊക്കെ ഒരുമിച്ച് പൊട്ടിക്കോളും. പൊട്ടിത്തെറിക്കാൻ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചുവന്ന മുളക് തീ കുറച്ച് വെക്കാവേ. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞ കളർ നല്ലോണം വേണമല്ലോ, തൈര് വെളുത്തിരിക്കുന്നത് പാടില്ലല്ലോ. ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടുതൽ ഇടുവേ. കുറച്ച് മുളക് പൊടി, ഒരു പൊടിക്ക്. ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ഈ തക്കാളി ഒന്ന് ഉടഞ്ഞു വരണം. നല്ലോണം ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ചു കൊടുക്കാം. തൈര് എടുത്തോണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കാം. തേങ്ങ ഒന്നും അരച്ചിടുന്നില്ലേ. തൈര് റെഡി. ഇനി ഇതൊന്നായി വരട്ടെ. തക്കാളിയൊക്കെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. തീ നിർത്തി കൊടുത്തേ. ഇനി ഇത് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചു കൊടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് തിളപ്പിക്കൊന്നും വേണ്ട കേട്ടോ. ഇപ്പം വേറൊരു പാത്രത്തിൽ തൈര് എടുത്ത് വെച്ചിരുന്ന വിളമ്പുന്ന പാത്രത്തിലോട്ട് എടുത്ത് വെച്ചിട്ട് അതിലോട്ട് ഒഴിച്ചാലും മതി. ഇതാ ഇപ്പുണ്ടോ അവിടെ? പുളി പക്ഷേ കുറവാണ് കേട്ടോ. എനിക്ക് നല്ല പുളിയുള്ള തൈരാണ് ഇഷ്ടം. ഇത്തിരി ഉള്ളൂ. ഒരു രസം. അപ്പം അതാ നമ്മുടെ തൈര് കറി, തക്കാളി തൈര് കറി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ചേച്ചി വന്നു. ചേച്ചി ഇങ്ങ് വാ, ഇവിടെ കാണിച്ചു തരാം. ഇടുക്കിന്ന് ചേച്ചി വന്നു. അപ്പൊ ഞാൻ എന്തുവാ വെക്കാൻ പോവാണ് കേട്ടോ. ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് കടയിൽ പോയി മേടിച്ചുകൊണ്ട് വന്നിട്ട് കറി വെച്ചതാണേ. അയ്യോ, ഉള്ളി ഇട്ടാ മതിയായിരുന്നു, കടി പൊട്ടിച്ചില്ല. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നത്. അമ്മേ, ഉള്ളി ഇട്ട് കൊടുത്തു. ഇതാ ക്യാരറ്റ് തോരൻ വെക്കാനൊക്കെ ആരെങ്കിലും പഠിപ്പിക്കണോ അല്ലേ? ഇവിടെ പൊട്ടിത്തെറിയുടെ ബഹളമാണ്. ക്യാമറ അവിടെ കിടക്കും. നമ്മൾ തൊട്ടടുത്ത് കട്ട് ചെയ്താണ്. ഇതാ വിളിച്ചത്. എല്ലാം തട്ടിക്കൂട്ടാണ്.
അതേ മൂടി വെക്കാം. ഇതാ നമ്മുടെ കറി റെഡിയായി. അപ്പോൾ ദേ ഞങ്ങൾ ചോറുണ്ണാൻ പോവുകയാണ് കേട്ടോ. തൈര് കറി, ക്യാബേജ് തോരൻ, പരിപ്പ് കറി, മീൻ കറി ഒക്കെ ഉണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. ഇനി പോർക്ക് റോസ്റ്റ് ഉണ്ട്. ഫ്രൈ 4 ദിവസം ആകുമ്പോൾ ഫ്രൈ ആവൂല.